നമസ്കാരം. എല്ലാ വർഷവും ഫാൽഗുണ മാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ ചതുർത്ഥി ദിവസമാണ് നമ്മൾ മഹാശിവരാത്രി ആഘോഷിക്കുന്നത്. ശിവൻ ശിവരാത്രിയിൽ പ്രത്യക്ഷപ്പെടുന്നു എന്നാണ് വിശ്വസിക്കുന്നത്. കൂടാതെ ഈ ദിവസമാണ് ശിവനും പാർവതിയും വിവാഹിതരായതെന്നും കരുതപ്പെടുന്നുണ്ട്. ഈ ദിവസം മഹാദേവനെ ആരാധിക്കുന്നത് നമ്മുടെ ജീവിതത്തിലേക്ക് എല്ലാ സന്തോഷങ്ങളും കൊണ്ടുവരാൻ കാരണമാകും. ശിവരാത്രിയിൽ വ്രതമെടുക്കൽ, മന്ത്രങ്ങൾ ജപിക്കൽ, രാത്രി മുഴുവൻ ഉണർന്നിരിക്കൽ എന്നിവയ്ക്കെല്ലാം പ്രത്യേകമായ പ്രാധാന്യമുണ്ട്. മഹാശിവരാത്രി ദിനത്തിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ശിവനെയും പാർവതി ദേവിയെയും ആരാധിക്കാമെങ്കിലും രാത്രി 11 മണിക്കും പുലർച്ചെ 1 മണിക്കും ഇടയിൽ അർദ്ധരാത്രിയിൽ ശിവനെ ആരാധിക്കുന്നത് കൂടുതൽ ശുഭകരമാണ്. ഈ വർഷം മഹാശിവരാത്രി വരുന്നത് 2026 ഫെബ്രുവരി 15-നാണ്. ദിക്പഞ്ചാംഗം അനുസരിച്ച് മഹാശിവരാത്രിയിലെ ചതുർദശി തിഥി ഫെബ്രുവരി 15 വൈകുന്നേരം 5:04 ആരംഭിച്ച് ഫെബ്രുവരി 16 വൈകുന്നേരം 5:34 അവസാനിക്കും. അതിനാൽ ഫെബ്രുവരി 15 മഹാശിവരാത്രിയെ ആഘോഷിക്കുന്നത്. ഫെബ്രുവരി 16 രാവിലെ 6:33 കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ് 3:10 വരെയുള്ള സമയത്താണ് വ്രതം മുറിക്കാൻ ഏറ്റവും നല്ലത്. മഹാശിവരാത്രിയിൽ 4 മണിക്കൂർ പൂജാ സമയമാണ്. നിഷിത്കാല പൂജാ സമയം എന്ന് പറയുന്നത് ഫെബ്രുവരി 16 പുലർച്ചെ 12:09 മുതൽ 1:01 വരെയാണ്. ഫെബ്രുവരി 15 വൈകുന്നേരം 6:11 മുതൽ 9:23 വരെ ഒന്നാം ഘട്ട ആരാധനയുടെ സമയമാണ്. അതുപോലെ തന്നെ നമ്മൾ എങ്ങനെയാണ് ആരാധിക്കേണ്ടതെന്ന് നോക്കിയാൽ ശിവരാത്രി ദിനത്തിൽ ശിവനെ 4 നേരവും ആരാധിക്കുകയാണ് വേണ്ടത്. രുദ്രാഭിഷേകത്തിന് ശേഷം ഹവനം നടത്തുക, പഞ്ചാമൃതം കൊണ്ട് ശിവലിംഗത്തിൽ അഭിഷേകം ചെയ്ത് കുങ്കുമം ചേർത്ത വെള്ളം സമർപ്പിക്കുക, രാത്രി മുഴുവൻ വിളക്ക് കത്തിച്ച് ചന്ദനത്തിലകം പുരട്ടുക. അതുപോലെ തന്നെ പഴങ്ങൾ, മധുര പലഹാരങ്ങൾ എന്നിവ അടക്കമുള്ളതെല്ലാം ശിവന് സമർപ്പിക്കാവുന്നതാണ്. ഓം നമ ശിവായ, ഓം നമോ ഭഗവതേ രുദ്രായ എന്നീ മന്ത്രങ്ങൾ ജപിക്കാം. ശിവപുരാണം പാരായണം ചെയ്യുന്നതും രാത്രി മുഴുവൻ ഉണർന്നിരിക്കുന്നതും വളരെ ശുഭകരമായി കണക്കാക്കപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ മഹാശിവരാത്രിയിൽ ചില പ്രത്യേക പരിഹാരങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചില പ്രശ്നങ്ങൾക്ക് പരിഹാരമായി മാറും. മഹാശിവരാത്രി ദിവസം രാത്രിയിൽ ഒരു ശിവക്ഷേത്രത്തിൽ പോയി നിർദ്ദേശിച്ച പൂജ നടത്തുകയും ശിവലിംഗത്തിന് സമീപം നെയ്വിളക്ക് കത്തിക്കുകയും ചെയ്യുക. ഇത് സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പരിഹാരമാവും. അതുപോലെ തന്നെ വീട്ടിൽ ശിവലിംഗമില്ലെങ്കിൽ ഈ ദിവസം ഒരു ചെറിയ ശിവലിംഗം കൊണ്ടുവന്ന് പ്രതിഷ്ഠ നടത്താവുന്നതാണ്. അങ്ങനെ ചെയ്യുന്നതും വീട്ടിൽ സന്തോഷവും സമൃദ്ധിയും കൊണ്ടുവരും. ദുഃഖവും ദാരിദ്ര്യവും ഇല്ലാതാകും. എങ്ങനെയൊക്കെ ആചരിക്കാമെന്ന് നമുക്ക് നോക്കാം. തലേന്ന് പ്രദോഷ ദിനത്തിൽ തന്നെ വ്രതം ആരംഭിക്കണം. ഒരിക്കൽ ഊണ് മാത്രമേ എടുക്കാവൂ. അരിയാഹാരം കഴിക്കാൻ പാടില്ല. പകൽ ഉറങ്ങാനോ എണ്ണ തേച്ച് കുളിക്കാനോ പാടില്ല. ഭസ്മം രാവിലെ നനച്ചും വൈകുന്നേരം നനയ്ക്കാതെയും തൊടാം. ഇനി ശിവരാത്രി ദിനമായി കഴിഞ്ഞാൽ അത് രാവിലെ എഴുന്നേറ്റ് ശരീരശുദ്ധി വരുത്തി ഓം നമ ശിവായ എന്ന മന്ത്രം ജപിക്കാവുന്നതാണ്. ഭസ്മധാരണത്തിന് ശേഷം ശിവക്ഷേത്ര ദർശനം നടത്താം. നിർമ്മാല്യ ദർശനം വളരെയധികം പുണ്യമായി കൺസിഡർ ചെയ്യുന്നുണ്ട്. പൂർണ്ണമായും ഉപവാസം വേണം ചെയ്യേണ്ടത്. ആരോഗ്യത്തിനനുസരിച്ച് ലഘുഭക്ഷണങ്ങൾ, അതായത് വെള്ളം നേദ്യമാവാം, കരിക്കിൻ വെള്ളം, പഴം എന്നിവയൊക്കെ കഴിക്കാം. പക്ഷെ ഒരിക്കലും വയറ് നിറഞ്ഞിരിക്കാൻ പാടില്ല. പകൽ ഉറങ്ങാനും പാടില്ല. ദാനം ചെയ്യാം, അതായത് അന്നം നിങ്ങൾക്ക് മറ്റൊരാൾക്ക് ദാനം ചെയ്യാവുന്നതാണ്. കൂവളമുണ്ടെങ്കിൽ അതിനെ നനയ്ക്കുകയും പരിപാലിക്കുകയും ഒക്കെ ചെയ്യാം. വൈകുന്നേരം ദീപാരാധന ദർശിക്കുന്നതും നല്ലതാണ്.